ഏറെ നാളുകളുടെ നിയമയുദ്ധത്തിനൊടുവിലാണ് ബിൽക്കീസ് ബാനുവിന് നീതി കിട്ടിയത്. ഗുജറാത്ത് ഹൈക്കോടതി ജയിൽ മോചിതരാക്കിയ പ്രതികളോട് എത്രയും വേഗം കീഴടങ്ങണമെന്ന് സുപ്രീം കോടതിയാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ജയിലിലേക്ക് ഉടനെ മടങ്ങാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ പ്രതികൾ ചെയ്യുന്നത്. ജയിലിൽ മടങ്ങിയെത്താൻ സമയം നീട്ടിച്ചോദിച്ചുള്ള ഹർജിയുമായി ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുകയാണ്. ജയിൽ മോചിതരായവർ 22-നകം കീഴടങ്ങണമെന്ന വിധി നിലനിൽക്കെ 3 പ്രതികളാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഹർജി കോടതി നാളെ പരിഗണിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഗോവിന്ദ ബെയ്നൈ, രമേശ് രൂപ്രായ് ചന്ദന, മിതേഷ് ചിമൻലാൽ എന്നീ പ്രതികളാണ് കീഴടങ്ങാൻ സമയം നീട്ടിച്ചോദിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഗോവിന്ദ ബൈ ചോദിച്ചിരിക്കുന്നത് 4 ആഴ്ചത്തെ സമയമാണ്. മറ്റ് 2 പേരും 6 ആഴ്ചകളെങ്കിലും ജാമ്യം നീട്ടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ വിശ്രമം വേണമെന്നാണ് ഒരു അപേക്ഷയിലുള്ളത്. വയോധികരായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറ്റൊരു പ്രതിയുടെ അപേക്ഷ വന്നത്. വിളവെടുപ്പ് കാലമായതിനാൽ ഇതിനുശേഷം കീഴടങ്ങാൻ അനുവദിക്കണമെന്നാണ് 3ാമത്തെ പ്രതിയുടെ ഹർജി. ഇതിൽ കോടതി നിലപാട് എന്താണെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ഹീനവുമായ ഒരു കുറ്റകൃത്യത്തിന് വിധേയയായ വനിതയ്ക്ക് ഉന്നത നീതിപീഠത്തിലൂടെ നീതി ലഭിച്ചത് രാജ്യത്തെ വനിതകളുടെ ഒന്നടങ്കം സന്തോഷിപ്പിക്കുന്ന ഒരു മുഹൂർത്തമായി മാറിയിരുന്നു. 5 മാസം ഗർഭിണിയായൊരു 21-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക, അവളുടെ 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഉൾപ്പെടെ 7 കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുക, ഗുജറാത്ത് വംശഹത്യയുടെ മറവിൽ നടന്ന ഈ ഹീനകൃത്യം ചെയ്തവരെയാണ് കോടതി വിധിച്ച ശിക്ഷാ കാലയളവ് തീരും മുന്നേ ഗുജറാത്ത് സർക്കാർ മോചിപ്പിക്കാൻ ധൈര്യം കാണിച്ചത്. ഈ പ്രതികളാണ് ഇളവ് തേടി കോടതിക്ക് മുന്നിൽ തൊഴുകയുമായി ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രതികൾ ബിൽക്കീസ് ബാനുവെയും അവളുടെ അമ്മയെയും മറ്റ് 3 സ്ത്രീകളും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി. ഗുജറാത്തിലെ രതിക്പൂരിൽ നിന്നും പലായനം ചെയ്ത 17-അംഗ മുസ്ലിം കുടുംബത്തെയാണ് ഈ പ്രതികൾ ആക്രമിച്ചത്. അവരിൽ 8 പേരുടെ മൃതദേഹം കണ്ടെത്തി. 6 പേർ എവിടെ പോയെന്ന് ഇന്നും വ്യക്തമായിട്ടില്ല. ഒരു പുരുഷനും 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞും ബിൽക്കീസ് ബാനുവും മാത്രമാണ് ആ ക്രൂരതയിൽ ജീവൻ നഷ്ടപ്പെടാത്തവരായി ശേഷിച്ചത്. കേസന്വേഷിച്ച CBI മുംബൈ വിചാരണ കോടതിയിൽ 19 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇവരിൽ 6 പേർ പോലീസുകാരും 1 സർക്കാർ ഡോക്ടറുമായിരുന്നു. 2008 ജനുവരിയിൽ പ്രത്യേക കോടതി 11 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഈ പ്രതികളോടാണ് ഇപ്പോൾ കീഴടങ്ങാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.